ഒരു പകൽ അരമണിക്കൂറിൽ വാർത്തയുടെ സമഗ്ര ചിത്രവുമായി ടോപ്പ് 7 at 7 ആരംഭിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ശബരിമലയിലെത്തുന്ന ദിവ്യാംഗർക്കും കുട്ടികൾക്കും കുഞ്ഞു മാളികപ്പുറങ്ങൾക്കും സുഗമ ദർശനം ഉറപ്പാക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. കുഞ്ഞ് അയ്യപ്പന്മാർക്കും മാളികപ്പുറങ്ങൾക്കും ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യും. ജനം TV വാർത്തയെ തുടർന്നാണ് ഇടപെടൽ. തിരക്കിനിടയിൽ വേണ്ട നടപടികൾ ചെയ്യാൻ സാധിച്ചില്ലെന്ന് കെ ജയകുമാർ വ്യക്തമാക്കി. കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ട് വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അല്ല, പാഴ്വാക്കായിട്ടില്ല. അപ്പോൾ ആളുകളൊന്ന് നിയന്ത്രിച്ചിട്ട് നമുക്ക് അവിടെ ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. ഇത്രയും പേര് നീക്കുമ്പോൾ നമുക്ക് സ്ത്രീകളെയും കുട്ടികളെയും മാത്രമായിട്ട് മാറ്റാൻ പറ്റുമോ? അത് ഞാൻ ശ്രീജിത്തുമായിട്ട് സംസാരിച്ചിട്ട് നമുക്കൊരു ക്രമീകരണം ഉണ്ടാക്കാം. ഇപ്പോൾ അത് ചെയ്തിട്ടില്ല. പാഴ്വാക്കായിട്ടില്ല. പാഴ്വാക്കായെന്ന് വിധി പറയാറായിട്ടില്ല. നമുക്കത് ചെയ്യാൻ സാധിക്കുമെന്ന് പരിശോധിക്കാം കേട്ടോ. ജിഷ്ണ സുരേഷ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ജിഷ്ണ, കഴിഞ്ഞ മണ്ഡലകാലത്ത് ഈ കൊച്ചു മാളികപ്പുറങ്ങൾ, അതോടൊപ്പം തന്നെ കൊച്ചു അയ്യപ്പന്മാർ, ഇവർ വലിയ തോതിലുള്ള പ്രതിസന്ധി ഈ ക്യൂവിനകത്ത് നിന്ന് നേരിടുന്ന ഘട്ടത്തിൽ അന്ന് ജനം TV അത് വാർത്തയാക്കുകയും ആ സമയത്താണ് അന്നത്തെ ദേവസ്വം ബോർഡ് ഈ കൊച്ചു കുട്ടികൾക്കായി അല്ലെങ്കിൽ കൊച്ചു മാളികപ്പുറങ്ങൾക്കായി പ്രത്യേക ക്യൂ പദ്ധതി വരുന്ന മണ്ഡലകാലത്തിൽ ഒരുക്കും എന്നത് സംബന്ധിച്ചൊരു പ്രഖ്യാപനം നടത്തിയത്. പക്ഷേ ഈ തവണ കൊച്ചു കുട്ടികൾക്കായി ക്യൂ ഒരുക്കിയില്ല എന്ന് മാത്രമല്ല, എല്ലാ കാര്യങ്ങളും അവതാളത്തിലാകുന്ന രീതിയിലേക്കുള്ള ഒരു തുടക്കമായിരുന്നു മണ്ഡലകാലത്ത് നമ്മൾ കണ്ടത്. ഹൈക്കോടതി ഉൾപ്പെടെ അതിൽ രൂക്ഷമായി വിമർശിക്കുകയുണ്ടായി. എന്തായാലും ഇന്ന് രാവിലെയാണ് നമ്മളുടെ സന്നിധാനത്ത് ഇപ്പോഴുള്ള അരുൺ കൊടുങ്ങൂർ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിനൊരു വലിയ ഇമ്പാക്റ്റ് ഇപ്പോൾ ഉണ്ടാവുകയാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ പറയുന്നത് കൊച്ചു കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക ക്യൂ ഉൾപ്പെടെയുള്ള ചില സാഹചര്യങ്ങൾ അത് കൃത്യമായിട്ട് തന്നെ ഒരുക്കും എന്ന പ്രതികരണം നടത്തിയിരിക്കുന്നു. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രതികരിച്ചത്? ദിസ്ന. തീർച്ചയായും ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ വാർത്തയ്ക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനം TV രാവിലെ നൽകിയ വാർത്തയാണ്. ആ വാർത്തയിലാണ് ഇപ്പോൾ ദേവസ്വം പ്രസിഡന്റ് ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. കെ ജയകുമാർ വ്യക്തമാക്കിയത് വരും ദിവസങ്ങളിൽ ഇതിനു വേണ്ട എല്ലാ ക്രമീകരണങ്ങളും തയ്യാറാക്കും അല്ലെങ്കിൽ ക്രമീകരിക്കും എന്ന് തന്നെയാണ്. പ്രധാനമായും എടുത്തു പറഞ്ഞത് അത്തരത്തിലൊരു കാര്യം കഴിഞ്ഞ വർഷവും ഇത്തരത്തിൽ വാർത്ത നൽകിയതിനെ തുടർന്ന് പറഞ്ഞിരുന്നു. പക്ഷേ തിരക്കിനിടയിൽ അത് ശ്രദ്ധിക്കാൻ കഴിഞ്ഞിരുന്നില്ല, വേണ്ടത്ര ക്രമീകരണങ്ങൾ ഒരുക്കുവാൻ സാധിച്ചിരുന്നില്ല എന്ന് തന്നെയാണ് ദേവസ്വം പ്രസിഡന്റ് വിശദീകരിച്ചത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിന് വേണ്ട നടപടിക്രമങ്ങൾ സ്വീകരിച്ചു വരും. അതുമായി ബന്ധപ്പെട്ട ചുമതലയുള്ള ആളുകളോട് സംസാരിച്ചിട്ടുണ്ട് എന്നൊരു കാര്യം തന്നെയാണ് ദേവസ്വം പ്രസിഡന്റ് അല്പസമയം മുൻപ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത്. നമ്മൾ കണ്ടതാണ് കുഞ്ഞയ്യപ്പന്മാരുടെയും മാളികപ്പുറത്തിന്റെയും ദർശനത്തിന് വേണ്ടി വലിയ രീതിയിൽ ഭക്തർ വലയുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ സമാന രീതിയിൽ ഹൈക്കോടതിയുടെ പരാമർശവും ഒക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. ഈ വാർത്ത ആദ്യം പുറത്തു കൊണ്ടുവന്നത് ജനം TV ആണ്. എന്തായാലും ആ വാർത്തയ്ക്ക് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ഇതിനു വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കുമെന്ന് തന്നെയാണ് ദേവസ്വം പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം ഗൗതം ഏറ്റവും എടുത്തു പറയേണ്ടത് അത്തരത്തിൽ ക്രമീകരണങ്ങളിൽ പാളിച്ചയുണ്ടായി എന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. അതായത് ഈ തിരക്കിനിടയിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കിടയിൽ അത് ശ്രദ്ധിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നൊരു കാര്യം കൂടി അദ്ദേഹം എടുത്തു പറയുന്നു. എന്തായാലും ചുമതലപ്പെട്ടവർക്ക് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ ഇതിനു വേണ്ട പരിഹാരം ഉണ്ടാകുമെന്ന് തന്നെയാണ് ദേവസ്വം പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ജനം TV രാവിലെ നൽകിയ വാർത്തയിലാണ് ഇത്തരത്തിലൊരു ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഗൗതം. ഓക്കെ ദിസ്ന, അതായത് ശബരിമലയിൽ എത്തുന്ന കുഞ്ഞയ്യപ്പന്മാർക്ക് വേണ്ടിയും കുഞ്ഞു മാളികപ്പുറങ്ങൾക്ക് വേണ്ടിയും പ്രത്യേക ക്യൂ ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പാക്കുമെന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ വാക്ക് പാഴ്വാക്കായി എന്ന വാർത്ത ഇന്ന് രാവിലെ പുത്തൻ പുലരിയിലാണ് ജനം TV ബ്രേക്ക് ചെയ്തത്. ഇന്നിപ്പോൾ വൈകുന്നേരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ ഈ വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു. കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക സംവിധാനങ്ങൾ ഈ മണ്ഡലകാലത്ത് വളരെ വേഗത്തിൽ തന്നെ ഒരുക്കും. തുടക്കത്തിൽ ചില പാളിച്ചകൾ ഉണ്ടായതിനാൽ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ജയകുമാർ വ്യക്തമാക്കിയത്. ദിസ്ന സുരേഷാണ് ഈ വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ അപ്ഡേറ്റ്സുമായി ചേർന്നത്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ നടൻ ജയറാമിനെ സാക്ഷിയാക്കാൻ സാധ്യത. ജയറാമിന്റെ മൊഴിയെടുക്കാൻ സമയം തേടി SIT. അതേസമയം പത്മകുമാറിന്റെ വിദേശയാത്രയിൽ കൂടുതൽ വിവരങ്ങൾ പരിശോധിക്കും. പത്മകുമാറിന്റെ പാസ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘം പിടിച്ചെടുത്തു. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ സ്വർണം പൂശിയ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് ഫാക്ടറിയിൽ നടന്ന പൂജയിൽ നടൻ ജയറാം പങ്കെടുത്തിരുന്നു. പിന്നാലെ സ്വർണ്ണപ്പാളികൾ ജയറാമിന്റെ വീട്ടിലുമെത്തിച്ച് പൂജ നടത്തി. ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയിച്ചതനുസരിച്ചാണ് ഫാക്ടറിയിലെത്തിയതെന്നും പാളികൾ വീട്ടിലെത്തിച്ചത് വിശ്വാസി എന്ന നിലയിലുള്ള ആഗ്രഹം കൊണ്ടാണെന്നും ജയറാം നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ജയറാമിന്റെ മൊഴി രേഖപ്പെടുത്താനും സ്വർണ്ണക്കവർച്ച കേസിൽ സാക്ഷിയാക്കാനും അന്വേഷണ സംഘം നീക്കം ആരംഭിച്ചത്. ജയറാമിന്റെ മൊഴിയെടുക്കാൻ SIT സമയം തേടിയിരുന്നു.
ജയറാമിന് സമാനമായി നിരവധി പ്രമുഖരെ ഉണ്ണികൃഷ്ണൻ പോറ്റി പറ്റിച്ചുവെന്നാണ് വിലയിരുത്തൽ. അതേസമയം കട്ടളപ്പാളി കേസിൽ റിമാൻഡിലായ എ പത്മകുമാറിന്റെ പാസ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘം പിടിച്ചെടുത്തു. പത്മകുമാർ നടത്തിയ വിദേശയാത്രകളെക്കുറിച്ച് പരിശോധിക്കുകയാണ് ലക്ഷ്യം. പത്മകുമാറിന്റെ വീട്ടിൽ നടന്ന പരിശോധനയിൽ ആധാരങ്ങളും ഭൂമി ഇടപാട് രേഖകളും അന്വേഷണ സംഘം പിടിച്ചെടുത്തിരുന്നു. പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ നാളെ അന്വേഷണ സംഘം അപേക്ഷ സമർപ്പിക്കും. കൊല്ലം വിജിലൻസ് കോടതിയിലാണ് അപേക്ഷ നൽകുക. ജനം, തിരുവനന്തപുരം. അയോധ്യയിൽ ധ്വജാരോഹണത്തിനായുള്ള ഒരുക്കങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. അയോധ്യയിലെങ്ങും കൂറ്റൻ കമാനങ്ങളും പ്ലക്കാർഡുകളും നിറഞ്ഞിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതും ചേർന്ന് ചൊവ്വാഴ്ചയാണ് ധ്വജാരോഹണ ചടങ്ങ് നടക്കുക. 25 नवंबर की पूरी तैयारी हो चुकी है और हम अब माननीय प्रधानमंत्री जी और श्रद्धेय सरसंघचालक जी के स्वागत के लिए और साथ मुख्य रूप से अयोध्या के सारे संत, यहाँ के 4 जिलों के मतलब पूर्वी उत्तर प्रदेश के जितने भी साधु संत है, छोटे मोटे कोई भी टलेगा नहीं। ये हमारा इस समय का थीम है और जो भी महत्वपूर्ण कार्यकर्ता सभी समाजों के जितने भी है उन सबको विशिष्ट निमंत्रण दिया गया है. ശ്രീകാന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. ശ്രീകാന്ത്, ചൊവ്വാഴ്ച വളരെ വിപുലമായ ഒരു ചടങ്ങിന് നമ്മുടെ രാഷ്ട്രം ഒരുങ്ങുകയാണ്. അയോധ്യയിലെ പവിത്രമായ ക്ഷേത്രത്തിന്റെ പ്രധാന ശ്രീകോവിലിന് മുകളിൽ ഭഗവത് ധ്വജം, ഭാരതത്തിന്റെയും ഹിന്ദുത്വ ദേശീയതയുടെയും ഒക്കെ പ്രതീകമായിട്ടുള്ള ഭഗവത് ധ്വജം ഇനിയും പാറിപ്പറക്കാൻ പോകുന്നു. പ്രധാനമന്ത്രിയും സർസംഘചാലകും എത്തുന്ന ഈ ചടങ്ങിന്റെ മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ശ്രീകാന്ത്? ചൊവ്വാഴ്ച അതിവിപുലമായ ഒരുക്കങ്ങൾ ഈ പരിപാടിക്ക് വേണ്ടി സജ്ജമാക്കിയിട്ടുണ്ട്. കലശയാത്രയോടെ തുടങ്ങിയ പരിപാടികളാണ് നവംബർ 21-ന്, 25-ന് ചൊവ്വാഴ്ച 11:58-നും 1 മണിക്കും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ ഈ പതാക, ഭഗവ പതാക അതിന് ഈ ഗോപുരമുകളിൽ ഉയർത്തും. പണികൾ പൂർത്തിയാക്കിയ പ്രധാന ഗോപുരത്തിന് മുകളിലാണ്, ശ്രീകോവിലിന്റെ പ്രധാന ഗോപുരത്തിന് മുകളിലാണ് പതാക ഉയർത്തുന്നത്. അതിൽ നിരവധിയായ പ്രത്യേകതകൾ ഈ പതാകയ്ക്കുണ്ട്. അതായത് 161 അടി ഉയരമുള്ള ക്ഷേത്രത്തിന്റെ പ്രധാന ഗോപുരത്തിൽ ആണ് ഈ പതാക ഉയർത്തുന്നത്. ക്ഷേത്രമുകളിൽ 30 അടി നീളമുള്ള പതാകത്തൂൺ സ്ഥാപിച്ചിട്ടുണ്ട്. കാവി നിറത്തിലുള്ള പതാകയിൽ സൂര്യനെയും ഓം കുവിതാര വൃക്ഷത്തിന്റെ ചിത്രം എന്നിവ ആലേഖനം ചെയ്തിട്ടുണ്ട്. നവംബർ 25-ന് അയോധ്യയിലെ 12 പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ശോഭായാത്രകൾ രാം ജന്മഭൂമിയിൽ സംഗമിക്കും. രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി അയോധ്യയിൽ എത്തിച്ചേരും. ഏതാണ്ട് 3 മണിക്കൂറിലധികം അദ്ദേഹം അവിടെ ചെലവഴിക്കും എന്നാണ് മനസ്സിലാകുന്നത്. സർസംഘചാലക് മോഹൻ ഭാഗവത്, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, അമിതാഭ് ബച്ചൻ അടക്കമുള്ള ബോളിവുഡ് സിനിമാ താരങ്ങൾ, സച്ചിൻ ടെണ്ടുൽക്കർ, MS ധോണി ഉൾപ്പെടെയുള്ള കായിക താരങ്ങൾ എന്നിവർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഉത്തർപ്രദേശിലെ എല്ലാ സന്യാസ മഠങ്ങളിൽ നിന്നുമുള്ള സന്യാസി വര്യന്മാർ ഉൾപ്പെടെയുള്ളവർ ഈ പരിപാടി വീക്ഷിക്കുന്നതിന് വേണ്ടി എത്തും. ഈ പതാകയ്ക്ക് കുറേയധികം പ്രത്യേകതകളുണ്ട്. അത് നമ്മളത് പറഞ്ഞു വരുമ്പോൾ അത് അഹമ്മദാബാദിലെ അതിനിപുണരായ ഡിസൈനർമാരാണ് ഈ പതാക തയ്യാറാക്കിയിട്ടുള്ളത്. സൂര്യപ്രകാശം, മഴ, ശക്തമായ കാറ്റ് എന്നിവയെല്ലാം പ്രതിരോധിക്കുന്ന തരത്തിലുള്ള തുണി ആണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. പതാക നിർമ്മിച്ച തുണിക്ക് ഏതാണ്ട് 200 കിലോമീറ്റർ വരെ വേഗതയുള്ള കാറ്റിനെ പ്രതിരോധിക്കാൻ കഴിയും എന്നുള്ളതും പ്രത്യേകതയാണ്. നാളെ ഈ ഭക്തജനങ്ങൾക്ക്, ഈ ചൊവ്വാഴ്ച ഈ ഭക്തജനങ്ങൾക്ക് സുരക്ഷാ കാരണങ്ങൾ മൂലം അന്നത്തെ ദർശനത്തിൽ നല്ല നിയന്ത്രണമുണ്ട്. 26-ാം തീയതി മുതൽ ഈ ദർശനത്തിനുള്ള പൂർണ്ണമായ സൗകര്യമുണ്ടാകും. ധ്വജം, ഭഗവത് ധ്വജം പാറിപ്പറക്കുന്ന അയോധ്യാധിപതിയുടെ ക്ഷേത്രം രാം ജന്മഭൂമിയിലെത്തി കണ്ട് തൊഴുത് മടങ്ങുന്നതിനുള്ള എല്ലാ സൗകര്യമുണ്ടാകും. 500 ആണ്ടുകളുടെ അടിമത്വത്തിന്റെ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞ് അയോധ്യ നഗരം ഉത്സവാന്തരീക്ഷത്തിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതുതന്നെയാണ് അയോധ്യയിലെ ശ്രീരാമജന്മഭൂമിയിൽ പുനർനിർമ്മിച്ച ആ പവിത്രമായ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ 2023 ജനുവരിയിൽ നടന്നു. അതിനുശേഷം അയോധ്യയിൽ നടക്കുന്ന ഏറ്റവും വിപുലമായ ചടങ്ങാണ് ധ്വജാരോഹണം എന്ന് പറയുന്നത്. ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന് മുകളിൽ കാവി പതാക സ്ഥാപിക്കുകയാണ് ഭാരതത്തിന്റെ ആദരണീയനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതും. ഈ രാഷ്ട്രമൊട്ടാകെ അന്നത്തെ ദിവസം നടക്കാൻ പോകുന്ന ആ ചടങ്ങിനായുള്ള കാത്തിരിപ്പിനാണ്. ചൊവ്വാഴ്ച ദിവസം രാവിലെ മുതൽ ഈ വിശേഷാൽ ചടങ്ങുകൾ അയോധ്യയിലെ പുണ്യപുരാതനമായ ക്ഷേത്രഭൂമിയിൽ ആരംഭിക്കും. ഡൽഹിയിൽ നിന്ന് S. ശ്രീകാന്താണ് ഈ വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ അപ്ഡേറ്റ്സുമായി ചേർന്നത്.
അധിനിവേശത്തിന്റെ എല്ലാ അവശേഷിപ്പുകളും തുടച്ചു നീക്കി ഭാരതം ഉയർത്തെഴുന്നേൽക്കുകയാണെന്ന് ഇതിന്റെ പ്രതീകമാണ് അയോധ്യ രാമക്ഷേത്രത്തിലെ ധ്വജാരോഹണ ചടങ്ങെന്നും RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്. 1000 വർഷത്തോളം അധിനിവേശത്തിന്റെയും അടിമത്തത്തിന്റെയും ഇടമായിരുന്നു ഇവിടം. എന്നാൽ ഇന്ന് നമ്മുടെ രാഷ്ട്രം മുഴുവൻ രാജ്യത്തിന്റെയും വിശ്വഗുരുവായി മാറിയെന്നും മോഹൻ ഭാഗവത് ലക്നൌവിൽ പറഞ്ഞു. हमारा देश संपूर्ण दुनिया का विश्व गुरु था. अनेक राजाओं के राज्यों से मंडित था. कवि चक्रवर्ती सम्राट भी होते थे. दुनिया का एक बहुत बड़ा संबल भारतवर्ष था. तब भी भारतवर्ष था और 1000 साल तक आक्रामकों के पैरों तले रौंदा गया. पारतंत्र में जीना पड़ा. धर्मस्थलों की सब बातों की हानि हुई. जबरदस्ती मतांतरण होने लगा. ये सब था. तब भी भारत था. वो वैभव के दिन नहीं रहे, वो आक्रमण के दिन भी चले गए. अब राम मंदिर पर झंडा फहराने वाले हैं. तब भी भारत था, अब भी भारत है. തിരുവനന്തപുരത്ത് ഇസ്ലാമിക ഭീകരരുടെ ഇടപെടൽ ശിവക്ഷേത്രം പൂട്ടി. ബാലരാമപുരം ആറാലമ്മൂട് ശിവപുരം ശ്രീ മഹാദേവ ക്ഷേത്രത്തിന് നേരെയാണ് ഇസ്ലാമിസ്റ്റുകളുടെ അതിക്രമം. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന നഗരസഭാ ഭൂമിയിലെന്ന് കാട്ടി SDPI ഭീകരർ നൽകിയ പരാതിയിൽ നെയ്യാറ്റിൻകര നഗരസഭാ സെക്രട്ടറിയാണ് ഗേറ്റ് പൂട്ടി നോട്ടീസ് പതിപ്പിച്ചത്. നടപടിയിൽ പ്രതിഷേധവുമായി ഹൈന്ദവ സംഘടനകൾ രംഗത്ത് വന്നു. ബാലരാമപുരം ആറാലുമൂട് ചെറിയകോണം ശിവപുരം ശ്രീ മഹാദേവ ക്ഷേത്രമാണ് നെയ്യാറ്റിൻകര നഗരസഭാ സെക്രട്ടറി താഴിട്ട് പൂട്ടിയത്. നഗരസഭാ ഭൂമിയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്ന് സൂചിപ്പിച്ച് താഴിട്ട് പൂട്ടി നോട്ടീസ് പതിപ്പിക്കുകയായിരുന്നു. അനുമതി ലംഘിച്ച് ക്ഷേത്രഭൂമിയിൽ പ്രവേശിച്ചാൽ നടപടി സ്വീകരിക്കുമെന്നും നോട്ടീസിലൂടെ നഗരസഭാ സെക്രട്ടറി മുന്നറിയിപ്പ് നൽകി. ഭക്തരുടെ അപേക്ഷ കൈക്കൊള്ളാതെയാണ് സെക്രട്ടറിയുടെ പ്രതികാരം. ഞാൻ തന്നെ ഗേറ്റ് പൂട്ടിയപ്പോൾ ഞാൻ തന്നെ ചെന്ന് കാലിൽ വിടുന്നു. കാലിൽ പൂട്ടല് കത്തിങ്ങനങ്ങൾക്ക് വരാനുള്ള ഞാൻ പൂട്ടല്ലെന്ന് പറഞ്ഞു. അമ്മ അങ്ങോട്ട് മാറിയിരിക്കാമേ, നമുക്ക് പിന്നെ പൂട്ടണ്ട അമ്മേ, ഞങ്ങൾ എന്നാലും നമുക്ക് കോവിലിൽ പോറ്റിയൊക്കെ വരണം കാലത്ത് എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ട് അവന്മാർ എന്നെ എന്തരമൊക്കെ പറഞ്ഞിട്ട് അങ്ങ് തള്ളി വിട്ടിട്ട് അവന്മാരങ്ങ് പൂട്ടി. SDPI ഭീഷണിയെ തുടർന്ന് ക്ഷേത്രം പൂട്ടിയെന്നാണ് ക്ഷേത്ര ഭരണസമിതിയും ഭക്തരും വ്യക്തമാക്കുന്നത്. നഗരസഭാ സെക്രട്ടറിയുടെ നിലപാടിൽ പ്രതിഷേധിച്ച് ഹിന്ദു ഐക്യവേദിയും ക്ഷേത്ര സംരക്ഷണ സമിതിയും പ്രതിഷേധവുമായി രംഗത്തെത്തി. അവിലും മലരും കുന്തിരിക്കവും കരുതിക്കോ, നിന്റെയൊക്കെ കാലന്മാർ ഇതാ വരുന്നു എന്ന് പറഞ്ഞ ആ ഭീകരവാദ സംഘടനയുടെ രാഷ്ട്രീയ പ്രസ്ഥാനമായ SDPI ആണ് നഗരസഭയുടെ സെക്രട്ടറിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഈ ക്ഷേത്രത്തിലേക്ക് വരുന്ന പ്രധാന കവാടത്തെ ഗേറ്റിട്ട് പൂട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ 50 വർഷക്കാലമായി വളരെ മതസൗഹാർദ്ദത്തോടു കൂടി പ്രദേശത്ത് കഴിഞ്ഞിരുന്നതാണ്. ഭൂരിപക്ഷ മുസ്ലിങ്ങൾ സഹോദരന്മാരും ഹിന്ദുക്കളുമൊക്കെ ആയിട്ട് വളരെയധികം മതസൗഹാർദ്ദത്തോട് കഴിഞ്ഞിരുന്ന ഈ പ്രദേശത്ത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ SDPI എന്ന ദേശദ്രോഹ സംഘടനയുടെ ഇടപെടലാണ് ഇത്തരത്തിലൊരു വിഷയം വഷളാക്കിയിട്ടുള്ളത്. ഇത് കാലാകാലങ്ങൾ 80 വർഷത്തിലധികമായിട്ട് വെച്ച് ആരാധിച്ചു പോരുന്ന ഒരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രം ഇവിടുത്തെ ഹിന്ദുക്കളുടെ ഒരു പ്രധാന ആശ്രയ കേന്ദ്രമാണ്. ഈ ക്ഷേത്രം പൂട്ടുന്നതിലൂടെ ഹിന്ദു സമൂഹത്തെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ് രാഷ്ട്രീയക്കാരും SDPക്കാരും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നഗരസഭ ക്ഷേത്രത്തിലേക്കുള്ള ഈ കവാടം 80 വർഷത്തിലധികമായിട്ട് നിത്യാരാധന നടക്കുന്ന ഒരു ക്ഷേത്രമാണിത്. ഈ കവാടം നഗരസഭയുടെ നേതൃത്വത്തിൽ അടച്ചുപൂട്ടിയെന്ന് അറിഞ്ഞ ഉടൻ തന്നെയാണ് കേരള ക്ഷേത്ര സംരക്ഷണയും മറ്റ് ഹൈന്ദവ സംഘടനകളും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവിടുത്തെ ക്ഷേത്ര ഭരണസമിതിക്കൊപ്പം ഇവിടുത്തെ ഭക്തജനങ്ങൾക്കൊപ്പം എല്ലാ അർത്ഥത്തിലും അതിൻ്റെ ഈ പോരാട്ടത്തിൻ്റെ അവസാനം വരെയും കേരള ക്ഷേത്ര സംരക്ഷണ ഉണ്ടാവും. 100 വർഷത്തിലേറെ പഴക്കമുള്ള ശിവപുരം ശ്രീ മഹാദേവ ക്ഷേത്രം ജീർണോദ്ധാരണത്തിന്റെ ഭാഗമായി കനാലിന്റെ മറുകരയിൽ പുനഃപ്രതിഷ്ഠ നടത്തി. സ്വാതന്ത്ര്യ സമരസേനാനിയായ രാമനാഥൻ നായർ നൽകിയ ഭൂമിയിലാണ് പുനഃപ്രതിഷ്ഠ നടത്തിയത്. ഈ ഭൂമിയാണ് നഗരസഭയുടേതെന്ന് ആരോപിച്ച് നോട്ടീസ് നൽകി താഴിട്ട് പൂട്ടിയത്. നടപടി പിൻവലിക്കാത്ത സാഹചര്യത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്ന് ഹിന്ദു ഐക്യവേദി മുന്നറിയിപ്പ് നൽകി. ജനം, തിരുവനന്തപുരം. കാസർഗോഡ് മധൂർ പഞ്ചായത്തിൽ വർഗീയ ലഹളയ്ക്ക് ശ്രമം നടത്തിയ മതമൗലികവാദികൾക്കെതിരെ കൂടുതൽ നടപടിക്ക് സാധ്യത. സർക്കാർ സംഘടിപ്പിച്ച പരിപാടി അലങ്കോലമാക്കി വർഗീയത സൃഷ്ടിക്കാനുള്ള നീക്കമാണ് SDPI നടത്തിയത്. സംഭവത്തിൽ കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്യും. നിസ്കാര സമയത്ത് പരിപാടി നടത്താൻ അനുവദിക്കില്ലെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടായിരുന്നു SDPIയുടെ ആക്രമണം. മധൂർ പഞ്ചായത്തിലെ ഉളിയത്തടുക്കയിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്കായിരുന്നു സംഭവം. ശുചിത്വ മിഷന് കീഴിലെ തിരഞ്ഞെടുപ്പ് ഹരിത ചട്ട ബോധവൽക്കരണ പരിപാടി തടഞ്ഞ്
വർഗീയ സംഘർഷം ഉണ്ടാക്കാനാണ് SDPI പ്രവർത്തകർ ശ്രമിച്ചത്. സംഭവത്തിൽ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൂടുതൽ പേരെ തൊട്ടടുത്ത ദിവസങ്ങളിൽ അറസ്റ്റ് ചെയ്യും. കണ്ടാലറിയാവുന്ന 50ഓളം പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. ശുചിത്വ മിഷന് കീഴിൽ ഹരിതചട്ട ബോധവൽക്കരണ പരിപാടി തടഞ്ഞാണ് വർഗീയ കലാപത്തിന് ശ്രമിച്ചത്. ഹിന്ദുക്കൾ നടത്തുന്ന പരിപാടിയാണെന്ന് പറഞ്ഞ് സംഘർഷം ഉണ്ടാക്കാനായിരുന്നു ശ്രമം. ജുമുഅ നമസ്കാരം തടസ്സപ്പെടുത്തുകയാണോ നിങ്ങളുടെ ലക്ഷ്യമെന്നും പറഞ്ഞ് ആക്രമിക്കുകയായിരുന്നു ഒരു കൂട്ടം SDPI പ്രവർത്തകർ. പ്രതികൾ സമൂഹത്തിൽ വർഗീയ ലഹള ഉണ്ടാക്കാൻ ബോധപൂർവം ശ്രമിച്ചുവെന്നും FIR-ൽ ഉണ്ട്. സംഘർഷ ശ്രമം നടത്തിയ മിക്കവരും വിവിധ കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ടവരാണ്. ജനം, കാസർഗോഡ്. 1990-ൽ ശ്രീനഗറിൽ വ്യോമസേനാ ഉദ്യോഗസ്ഥനെ വധിച്ച കേസിൽ ഭീകരൻ യാസീൻ മാലിക്കിന് തിരിച്ചടി. വ്യോമസേനാ ഉദ്യോഗസ്ഥർക്കെതിരെ വെടിയുതിർത്തത് യാസീൻ മാലിക്കാണെന്ന് തിരിച്ചറിഞ്ഞ ദൃക്സാക്ഷി മുൻ വ്യോമസേനാ ഉദ്യോഗസ്ഥൻ കോടതിയിൽ മൊഴി നൽകി. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ യാസീൻ മാലിക്കിന് പരമാവധി ശിക്ഷയായ വധശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. ജമ്മുകശ്മീരിൽ ശ്രീനഗറിൽ വ്യോമസേനാ ഉദ്യോഗസ്ഥരെ വെടിവെച്ചു കൊന്ന കേസിൽ പ്രതിയായ ജമ്മുകശ്മീർ ലിബറേഷൻ ഫ്രണ്ട് മേധാവി യാസിൻ മാലിക്കിന് 35 വർഷങ്ങൾക്ക് ശേഷം നിയമത്തിന്റെ കുരുക്ക് മുറുകുകയാണ്. ഉദ്യോഗസ്ഥർക്ക് നേരെ വെടിയുതിർത്തത് ഭീകരൻ യാസിൻ മാലിക് തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞ് മുൻ വ്യോമസേനാ ഉദ്യോഗസ്ഥൻ കോടതിയിൽ മൊഴി നൽകി. വിചാരണ നടക്കുന്ന ജമ്മുവിലെ ടാഡ കോടതിയിൽ വീഡിയോ കോൺഫറൻസ് വഴി ഹാജരാക്കിയ യാസിൻ മാലിക്കിനെയും 3 കൂട്ടുപ്രതികളെയും ദൃക്സാക്ഷികൾ തിരിച്ചറിഞ്ഞു. ക്രോസ് വിസ്താരത്തിലും ദൃക്സാക്ഷികൾ മൊഴിയിൽ ഉറച്ചുനിന്നതോടെ തെളിവുകളുടെയും മൊഴികളുടെയും അടിസ്ഥാനത്തിൽ യാസിൻ മാലിക്കിന് പരമാവധി ശിക്ഷയായ വധശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. ഭീകരവാദ കേസുകളിൽ അറസ്റ്റിലായ യാസിൻ മാലിക് നിലവിൽ തിഹാർ ജയിലിലാണ്. 1980കളുടെ അവസാനത്തിൽ നിരവധി കശ്മീരി പണ്ഡിറ്റുകളുടെയും ഉദ്യോഗസ്ഥരുടെയും കൊലപാതകത്തിന് കാരണക്കാരനായ യാസിൻ മാലിക് ഇക്കാര്യം പല അഭിമുഖങ്ങളിലും പരോക്ഷമായി തുറന്നു പറഞ്ഞിട്ട് പോലും കർശനമായ നടപടിയെടുക്കാൻ അന്നത്തെ സർക്കാരുകൾ തയ്യാറായിരുന്നില്ല. നിരവധി തവണ അറസ്റ്റിലായിരുന്നെങ്കിലും തെളിവുകളുടെ അഭാവത്തിലും വിവിധ തരത്തിലുള്ള സ്വാധീനം കൊണ്ടും രക്ഷപ്പെട്ടു പോന്ന യാസിൻ മാലിക് 2019-ൽ NIA അറസ്റ്റ് ചെയ്തതിനു ശേഷം പുറം ലോകം കണ്ടിട്ടില്ല. ജനം, ഡൽഹി. പാലത്തായി കേസിൽ സത്യം പറഞ്ഞ് CPM നേതാവ്. പ്രതി ഹിന്ദു ആയതുകൊണ്ടാണ് മുസ്ലിം ലീഗും SDPIയും പ്രശ്നത്തിൽ ഇടപെട്ടതെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P. ഹരീന്ദ്രൻ. ഉസ്താദുമാർ കുട്ടികളെ പീഡിപ്പിക്കുന്ന സംഭവങ്ങളിൽ ലീഗോ SDPIയോ ഇടപെടാറുണ്ടോ എന്നും CPM നേതാവിന്റെ ചോദ്യം. പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിക്ക് എന്തെങ്കിലും പിന്തുണ നൽകുക, സഹായം നൽകുക എന്നതിനേക്കാൾ ഉപരിയായി ഈ പീഡനത്തെ CPM-നെതിരായി തിരിച്ചുവിടുക എന്നത് മാത്രമാണ് അവർ അന്നും ഇന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. ഞാൻ ചോദിക്കുന്നു, ഈ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികളോടുള്ള സഹതാപമായിരുന്നുവെങ്കിൽ, അതിനുള്ള പിന്തുണയായിരുന്നുവെങ്കിൽ ഈ കേരളത്തിൽ ഉസ്താദുമാർ പീഡിപ്പിച്ച എത്ര പെൺകുട്ടികളുടെ വാർത്ത, ആൺകുട്ടികളുടെ വാർത്ത നമ്മൾ കണ്ടിട്ടുണ്ട്? ഏത് ഉസ്താദ് പീഡിപ്പിച്ച കേസാണ് ഇവിടെ ഇത്രയും വിവാദമായിട്ടുള്ളത്? ആ കേസിന് എന്ത് സംഭവിച്ചുവെന്ന് ഈ നാടാരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? ചർച്ച ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ പ്രശ്നം പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളതല്ല, പീഡിപ്പിച്ചത് ഹിന്ദുവാണ്, പീഡിപ്പിക്കപ്പെട്ടത് മുസ്ലിം പെൺകുട്ടിയാണ്. ആ ഒരൊറ്റ ചിന്ത മാത്രമാണ് SDPക്കാരുടെ ചിന്ത. അത് കുടുസായ ചിന്തയാണ്, ലീഗിന്റെ ചിന്തയാണ്, അത് വർഗീയതയാണ്. പാലത്തായി കേസിൽ വെളിപ്പെടുത്തലുമായാണ് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P. ഹരീന്ദ്രൻ രംഗത്തെത്തിയത്. പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയോടുള്ള സഹതാപമായിരുന്നുവെങ്കിൽ കേരളത്തിൽ ഉസ്താദുമാർ പീഡിപ്പിച്ച പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും വാർത്ത നമ്മൾ കണ്ടിട്ടുണ്ട്. ഏത് ഉസ്താദുമാർ പീഡിപ്പിച്ച കേസാണ് ഇത്രയും വിവാദമായതെന്ന് ഹരീന്ദ്രൻ ചോദിച്ചു. ആ കേസിന് എന്തു സംഭവിച്ചു എന്ന് ആരും നോക്കാറില്ല. അതിന്റെ പേരിൽ ആക്ഷൻ കമ്മിറ്റിയും രൂപീകരിച്ചിട്ടില്ല. പീഡിപ്പിച്ചത് ഹിന്ദുവാണ്, പീഡിപ്പിക്കപ്പെട്ടത് മുസ്ലിമാണ് എന്നതാണ് SDPIയുടെ ചിന്ത. ഇത് വർഗീയതയാണെന്നാണ് CPM നേതാവ് ഹരീന്ദ്രൻ പറയുന്നത്. പാലത്തായി പെൺകുട്ടിക്ക് സഹായം നൽകുക എന്നതിനുപരിയായി ഈ കേസിനെ CPM-നെതിരായി തിരിച്ചുവിടുകയാണ് അന്നും ഇന്നും SDPI ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ഹരീന്ദ്രൻ കുറ്റപ്പെടുത്തി. ജനം, കണ്ണൂർ. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രസിഡന്റ് ഐസക് ഹെർഗേസുമായി കൂടിക്കാഴ്ച നടത്തി പീയൂഷ് ഗോയൽ. സ്വതന്ത്ര വ്യാപാര കരാറിന്റെ
ടേംസ് ഓഫ് റഫറൻസ് ഇസ്രയേലും ഭാരതവും ഒപ്പുവെച്ചിരുന്നു. ആധുനിക ഗവേഷണങ്ങളിലും കണ്ടെത്തലുകളിലും മികവ് പുലർത്തുന്ന ഇസ്രയേലുമായുള്ള സഹകരണം വൻ സാധ്യതകൾ തുറക്കുമെന്ന് വാണിജ്യമന്ത്രി പ്രതികരിച്ചു. ചെറുപ്പകാലം മുതലുള്ള സ്വപ്നമാണ് ഇസ്രയേൽ സന്ദർശനത്തിലൂടെ സാക്ഷാത്കരിച്ചതെന്നും അദ്ദേഹം അറിയിച്ചു. I do believe we have two strategic partners, two friends who can work together, whose economies complement each other, and having signed the terms of reference for a potential free trade agreement between Israel and India, I see tremendous possibilities for the innovation that Israel is famous for, coupled with the talent and skill and scale of India. Absolutely. Can become a force multiplier for global good. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. ഐസൺ, വർഷങ്ങളായി തന്നെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച അല്ലെങ്കിൽ ഊഷ്മളമായ ബന്ധം പുലർത്തുന്ന ഒരു രാഷ്ട്രമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായുള്ള കൂടിക്കാഴ്ചയിൽ എന്തൊക്കെ വിഷയങ്ങളാണ് പ്രധാനമായും ചർച്ചയായത്? തീർച്ചയായും ഗൗതം, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തമായി തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. നമുക്കറിയാവുന്നതാണ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ പീയൂഷ് ഗോയൽ തന്നെ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. സ്ട്രാറ്റജിക് പാർട്ട്നേഴ്സായ അല്ലെങ്കിൽ സമഗ്രമായ ഇടപെടൽ നടത്തുന്ന രണ്ട് രാജ്യങ്ങളാണ് ഇസ്രയേലും അതുപോലെ തന്നെ ഭാരതവും. സ്വാഭാവികമായും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വളരെ ശക്തമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബെഞ്ചമിൻ നെതന്യാഹുവും ഐസക് ഹെർസോഗുമായുള്ള കൂടിക്കാഴ്ച അദ്ദേഹം നടത്തിയതിന് ശേഷമാണ് ഇക്കാര്യം മാധ്യമങ്ങളെ അറിയിക്കുകയും ചെയ്തത്. അക്കാര്യത്തിൽ ആ ചർച്ചാവേള ഏറ്റവും സുപ്രധാനമായി അദ്ദേഹം എടുത്തു പറഞ്ഞത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ടേംസ് ഓഫ് റഫറൻസ്, അതായത് സ്വതന്ത്ര വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ടേംസ് ഓഫ് റഫറൻസ് ഒപ്പുവെച്ച രാജ്യങ്ങളാണ് ഇരു രാജ്യങ്ങളും, അതായത് ഇസ്രയേലും ഭാരതവും. സ്വാഭാവികമായും ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള സ്വതന്ത്ര വാണിജ്യ കരാറിൻ്റെ സാധ്യതകൾ തുറക്കുന്നത് വലിയ തോതിലുള്ളൊരു വികസനത്തിനും വലിയ തോതിലുള്ള സഹകരണത്തിനും വഴിവെക്കും. ഇന്നൊവേഷൻ രംഗത്തും അതുപോലെ തന്നെ ആധുനിക വ്യവസായ രംഗങ്ങളിലും ശക്തമായ സാന്നിധ്യമായ ഇസ്രയേൽ സ്വാഭാവികമായും ഭാരതത്തിൻ്റെ സ്കിൽ എഫിഷ്യൻസി എല്ലാം തന്നെ പ്രായോഗികമായി പരിചയപ്പെടുത്തുമ്പോൾ വൻതോതിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം അറിയിക്കുകയും ചെയ്തത്. മറ്റൊരു സുപ്രധാന വിഷയം എടുത്തു പറഞ്ഞത് ഊഷ്മളമായൊരു സ്വീകരണമാണ് തനിക്ക് ലഭിച്ചതെന്നും കുട്ടിക്കാലം മുതൽ, അതായത് വളരെ ചെറുപ്പം മുതൽ ഇസ്രയേൽ സന്ദർശിക്കണമെന്ന തൻ്റെ ആഗ്രഹം നടന്നു എന്ന ഒരു നിലപാടും അദ്ദേഹം അറിയിക്കുകയുണ്ടായി. തീർച്ചയായും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുകയും സ്വാഭാവികമായും സാംസ്കാരികമായൊരു സഹകരണവും അതുപോലെ തന്നെ മാനുഷികമായ സഹകരണവും ശക്തിപ്പെടുത്തുന്നതിനുള്ള സാധ്യതകൾ തുറക്കുന്നതുമാണ് പീയൂഷ് ഗോയലിന്റെ സന്ദർശനമെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത്. ഭാരതത്തിന്റെ വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഇസ്രയേൽ സന്ദർശനത്തിലാണ്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ളവരുമായി കൂടിയുള്ള കൂടിക്കാഴ്ചയിൽ വിവിധ വിഷയങ്ങൾ, ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ ഊഷ്മളമായി തുടരുന്ന ബന്ധം, അത് മുന്നോട്ട് പോകുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇരു നേതാക്കളും നടത്തിയെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഐസൺ ജോസാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്. സ്വന്തം ജീവിതത്തിൽ കഷ്ടപ്പാടുകളിൽ നിന്നും ധൈര്യം സംഭരിച്ച് ജനവിധി തേടുന്ന ഒരു സ്ഥാനാർത്ഥിയുണ്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ശ്രുതിയേക്കാൾ അനുയോജ്യമായ മറ്റൊരു സ്ഥാനാർത്ഥി ഉണ്ടാകില്ല. തിരുവനന്തപുരം അരുവിക്കര പഞ്ചായത്തിലെ ഇറയംകോട് വാർഡിലെ BJP സ്ഥാനാർത്ഥിയാണ് പ്രതിസന്ധികളെ ചെറുപുഞ്ചിരിയോടുകൂടി നേരിടുന്നത്. ഈ വാർത്തയോടുകൂടി ടോപ്പ് 7 at 7 അവസാനിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും നമസ്തേ. തിരുവനന്തപുരം അരുവിക്കര പഞ്ചായത്തിൽ ഇറയംകോട് വാർഡിലെ BJP സ്ഥാനാർത്ഥി, സാധാരണയിൽ സാധാരണക്കാരിയായ ശ്രുതി. ജനമനസ്സറിയുന്ന സ്ഥാനാർത്ഥി എന്ന വിശേഷണം ശ്രുതിക്ക് അക്ഷരാർത്ഥത്തിൽ യോജിക്കും. നിറച്ചിരിയോടുകൂടിയാണ് ശ്രുതി പ്രചരണത്തിനിറങ്ങുന്നത്. എന്നാൽ ഈ തിരഞ്ഞെടുപ്പിനേക്കാൾ വലിയൊരു ജീവിത പോരാട്ടത്തിലാണ് ഈ BJP സ്ഥാനാർത്ഥി. പ്രതിസന്ധികളോട് മല്ലിടിച്ച് ജീവിക്കാനുള്ള നെട്ടോട്ടം. അടുക്കളയിൽ കിടന്ന ഞാൻ, എൻ്റെ ഭർത്താവിന് എനിക്ക് 2 അറ്റാക്ക് വന്ന ശേഷം ഞാൻ ജോലിക്ക് ഇറങ്ങി. വീട്ടു ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് ഓരോ സ്ഥലത്ത് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ പോയി ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥി സ്ഥാനം എനിക്ക് ഇവിടുത്തെ BJP ആൾക്കാരും എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ഒരാളെ എനിക്ക് രക്ഷപ്പെടുത്താൻ സഹായിക്കാൻ പറ്റിയാൽ എനിക്ക് അത്രയും നല്ലതെന്നുള്ളൊരു ചിന്താഗതിയിലാണ് ഞാൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നതാണ് ശ്രുതിയുടെ വീട്. 4 ചുള്ളിക്കമ്പുകളിൽ തകര ഷീറ്റും ടാർപോളിനും വലിച്ചു കെട്ടിയ ഒരു കുടിൽ. മഴ പെയ്താൽ ചോർന്നൊലിക്കും.
കാറ്റിന്റെ ശക്തി കൂടിയാൽ എപ്പോൾ വേണമെങ്കിലും പറന്നുപോകും. അടച്ചുറപ്പില്ലാത്ത ഈ കുടിലിലാണ് ശ്രുതിയും കുടുംബവും കഴിഞ്ഞ 2 വർഷമായി കഴിയുന്നത്. ഭരണ സംവിധാനങ്ങൾ തനിക്ക് നേരെ മുഖം തിരിച്ചതുപോലെ മറ്റൊരാൾക്കും ഈ ദുരിതം ഉണ്ടാകരുതെന്നതാണ് ശ്രുതിയുടെ ആഗ്രഹം. അതിനുവേണ്ടി കൂടിയാണ് ഈ പോരാട്ടം. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് തന്നെ നമുക്കിങ്ങനെ കൃത്യമായി പറയാം. കാരണം ഈ വീട്ടിലെ അടുക്കളയാണിത്. ഇതിനെ വീടെന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചേച്ചിക്ക് ഇത് വീട് തന്നെയാണ്. ഇത് ചേച്ചിയുടെ അടുക്കളയാണ്. ഈ ഒരു അടുക്കളയിൽ നിന്നാണ് ഈ ഒരു സ്ഥാനാർത്ഥി ഇനി മുന്നോട്ട് പോകാൻ പോകുന്നത്. ഈ ഒരു സ്ഥാനാർത്ഥിത്വം കിട്ടിയ സമയത്ത് ഈ ഒരു വീട്, ഈ ഒരു സ്ഥലം, ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം വേണം. മറ്റുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇവിടെയുള്ള ജനങ്ങൾക്ക് ഇതുപോലുള്ളൊരു അവസ്ഥ ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്നില്ല. തീർച്ചയായിട്ടും ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. എന്നെപ്പോലെ ആരും ഇതുവരെ വരരുത്, കേരളത്തിൽ ലോകത്തിൽ ഇങ്ങനെ ആരും ഉണ്ടാകരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മൾ കുറച്ചു മുന്നേ ചേച്ചി പറയേണ്ടായി 2 മക്കളുണ്ട്, മക്കളിവിടെ ഇല്ല. ഈ ഒരു സാഹചര്യത്തിൽ ആ മക്കളെ കൂടെ ഇവിടെ നിർത്തി അവരെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് ഈ ചേച്ചിയുടെ ഒരു ആഗ്രഹമാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത്, ഈ സ്ഥാനാർത്ഥി ഈ വാർഡിൽ ജയിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ സ്ഥാനാർത്ഥി ഇവിടെ ഭരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഇനി ഇവിടെയുള്ള ഒരു മനുഷ്യർക്കും ഇതുപോലുള്ള ഒരു സാഹചര്യത്തിൽ ജീവിക്കേണ്ടി വരില്ല എന്നുള്ളത് ചേച്ചിയുടെ ഉറപ്പാണ്. അത് ചേച്ചി തന്നെ നമ്മളോട് അതാണ് ഉറപ്പായിട്ടും. അതെ, തീർച്ചയായിട്ടും ഇതുപോലുള്ള സാഹചര്യം ഇനി ഒരാൾക്കും വരാൻ ഈ ഒരു സ്ഥാനാർത്ഥി നമ്മുടെ ശ്രുതി ചേച്ചി സമ്മതിക്കില്ല എന്നുള്ളത് തീർച്ചയാണ്. ക്യാമറാമാൻ വിവേകിനോടൊപ്പം ശ്രീനന്ദ, ജനം, തിരുവനന്തപുരം.